സൂസി മോളെ. ആ, ഇത് ടോണി അങ്കിളാ. ഹായ് ടോണി അങ്കിൾ, ഹൗ ആർ യു? ഫൈൻ മോളെ. പിന്നെ ഞാൻ നാളെ അവിടെ എത്തും. ഇന്ന് രാത്രി തന്നെ പുറപ്പെടും. ആ, മിക്കവാറും നാളെ വെളുപ്പിന് തന്നെ. ഓക്കെ, സീ യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ടോണി അങ്കിൾ, 15 വർഷമായി ഞാൻ കാണാൻ കാത്തിരിക്കുന്ന ആൾ നാളെ ഇവിടെ എത്തും. മോളെ, അങ്കിളുടെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫൈൻ മോളെ. ഡാഡി എവിടെ? ഡാഡി രാവിലെ തന്നെ അക്കൗണ്ട്സിന്റെ ലോകത്താ. അങ്കിൾ വാ. മാർഗരറ്റ്, ഞാൻ വരുന്നു. അങ്കിളുടെ ലഗേജ് ഒക്കെ എടുത്ത് അകത്തേക്ക് വെക്ക്. ഓക്കെ അങ്കിൾ വാ. മതി മതി. എന്താണോ ടോണി, നിനക്ക് ഭക്ഷണത്തോടായിരുന്നല്ലോ കമ്പം, ഇപ്പൊ എന്ത് പറ്റി? അതൊക്കെ ഒരു പ്രായത്തിലേ പറ്റുള്ളിയാ. ഇപ്പൊ വയസ്സായില്ലേ. അങ്കിളിനെ കണ്ട അത്ര പ്രായമൊന്നും തോന്നിക്കില്ല. അത് സൂസി മോൾ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ആനി എവിടെ? അവൾ എന്തോ തലവേദന എന്ന് പറഞ്ഞ് കിടക്കുക. ആരാ ആനി? അത് സൂസന്റെ ഒരു ഫ്രണ്ട്. നീ കഴിക്ക്. അവൾ ഇവിടെയുള്ള കോളേജിലാണ് പഠിക്കുന്നത്. തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാൻ ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഗുഡ്. Sing the same anymore. They always sounded happy before, but now there's something missing, 'cause they don't see me kissing you no more. My sky has fallen down through the floor. I go to sleep with no one to hold. In bed when you were near me, I didn't really feel the cold at all. I'm picking up the pieces now, so I'm gonna get through somehow. ഹായ്, കം ഓൺ. എനിക്കറിയാം, ആനി. സൂസി മോള് പറഞ്ഞു. പ്ലീസ്. താങ്ക് യു. ആനിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? നോ, ഐ ആം an orphan. ഓ, ഐ ആം സോറി. ആ, എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാ. പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരാറുള്ളൂ. വന്നാ തന്നെ അയിനോ, ജീവിതം ആസ്വദിച്ച് തീർക്കാനുള്ളതാണ്. അതാണല്ലോ അങ്കിളിന്റെ തിയറി. കറക്റ്റ്. ആനിക്ക് എങ്ങനെ ഇത് മനസ്സിലായി? ഞാനും അങ്കിളിനെ പോലെ ആയതുകൊണ്ട്. എല്ലാ കാര്യത്തിലും ആനി എന്നെ പോലെയാണോ സംശയമുണ്ട്? ഏത് കാര്യത്തിലൊക്കെ? എക്സ്പെഷ്യലി ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ. അക്കാര്യത്തിലും ഞാൻ അങ്കിളിനെ പോലെയാ.
എന്റെ ഫ്രണ്ട്സ് മിക്കവാറും ജെൻസാ. യു നോ വൈ? ഒരു സ്ത്രീക്ക് പുതുതായി എന്തെങ്കിലും കൊടുക്കാൻ പറ്റോ? അങ്കിളിൽ നിന്നും ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ വേണ്ട. എനിക്ക് നിന്നെ വേണം. എനിക്കും. സൂസി, താനിതെന്തൊരു കിടപ്പാ ഇത്? വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കേ. അവിടെ ഡാഡി ഒന്നും കഴിച്ചിട്ടില്ല. എനിക്കൊന്നും വേണ്ട. ഏയ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ ഓർത്ത് എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. ഇനി ഒക്കെ ഉണ്ടായത് ഡെന്നിസിന്റെ അഡിക്ഷൻ കാരണമാ. ഡാഡിയോട് ഞാൻ സംസാരിച്ചു. ഡെന്നിസിനെ ഇവിടെ കയറ്റില്ലെന്നാ ഡാഡിയുടെ നിലപാട്. ആനി, നീ പറ. എനിക്ക് എന്റെ ഡാഡിയെ ധിക്കരിക്കാൻ വയ്യ. ഡെന്നിസ് വന്നാ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ തമ്മിൽ കാണാതിരിക്കണം. അപ്പ സാവധാനം എല്ലാം അവസാനിക്കും. നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ആകെയുള്ളൊരാശ്വാസം നീ മാത്ര. ആരാ? ഡെന്നിസാ. ഞാൻ പറഞ്ഞോളാം അവനോട്. ആനി, എന്താ ഡെന്നിസ്? എനിക്കൊന്ന് സൂസനെ കാണണം. സൂസന് സുഖമില്ല. ഇപ്പൊ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയണം. ഞാൻ എന്ത് ചെയ്തിട്ടാ അവളെന്നെ ഒഴിവാക്കുന്നത്? ഡെന്നിസ്, നമുക്കതൊക്കെ പിന്നെ പറയാം. തന്നെ കാണാൻ താല്പര്യമില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാനത് പറയുന്നു. യു മേ ഗോ നൗ. പക്ഷേ പ്ലീസ്. Coming, uncle.
ഫ്രണ്ടിനെ വിളിക്കുന്നില്ലേ? ഓ, അവൾക്ക് ഔട്ടിങ്ങിലൊന്നും യാതൊരു താല്പര്യമില്ല.